I don't think so. No, 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 no. I don't think so. No, 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 no. എല്ലാവർക്കും ഇന്ത്യൻ ടെക്നിക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചിരട്ട കൊണ്ടൊരു മിനി ഗിത്താറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മുടെ സാധാ വീടുകളിലൊക്കെ ഉള്ള രണ്ട് ചെറിയ ചിരട്ടകൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെറിയ പീസുകൾ മുറിച്ച് അവ ഒട്ടിച്ച് ചേർത്താണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. എത്രത്തോളം സക്സസ് ആകുമെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മൾ ചിരട്ട എടുത്തിട്ട് അതിലൊരു 1/2 ഇഞ്ച് വീതിയിൽ ഒരു റിങ് മാർക്ക് ചെയ്തെടുത്തു കട്ട് ചെയ്യാൻ വേണ്ടി. അതിനുശേഷം നമ്മളൊരു കട്ടർ ഉപയോഗിച്ച് ഇത് കട്ട് ചെയ്യുകയാണ്. ആദ്യം ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് ഏകദേശം ഫുള്ള് കട്ടായിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യം ഒരു ശകലം കൂടെ ഉള്ളൂ. ഈ ഒരു രീതിയിൽ നമ്മൾ കുറേ റിങ്ങുകൾ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ പുറത്തെ നാരുകളും ഇതെല്ലാം ഒന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. പുറവും അകവശവും എല്ലാം നല്ല വൃത്തിയിൽ നമ്മൾ അത് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു 1 ഇഞ്ച് വീതിയിൽ ഓരോ പീസുകൾ മുറിച്ചെടുക്കാൻ പോവുകയാണ്. ഇതിൽ നിന്ന് ഏകദേശം ഒരു ഈ വലിപ്പത്തിലുള്ള പീസുകളാണ് മുറിക്കുന്നത്. വാൾ ഉപയോഗിച്ച് നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി ഏകദേശം 2 ചിരട്ടയോളം നമ്മൾ എടുത്തിട്ടുണ്ട്. വീഡിയോ ഒത്തിരി ലെന്താവുന്നതുകൊണ്ടാണ് കൂടുതൽ കാണിക്കാത്തത്. ഏകദേശം ഈ വലിപ്പമുള്ള പീസുകളാണ്. നമ്മൾ ഇത്രത്തോളം പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് അത് സൈഡൊക്കെ രാഗി ലെവൽ ചെയ്താണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇങ്ങനെ കുറേ പീസുകൾ അടുക്കി വെച്ചിട്ടുണ്ട്. കട്ട എടുക്കുന്നത് പോലെ ഏകദേശം 15 പീസുണ്ട്. ഇത് തമ്മിൽ നമ്മൾ ഫ്ലെക്സ് ക്യുക്ക് എന്ന് പറഞ്ഞ പശ ഉപയോഗിച്ചാണ് ഒട്ടിക്കുന്നത്. ആദ്യം ഓരോ സ്പോട്ട് ഒഴിച്ചു കൊടുത്തുകൊണ്ട് എല്ലാം ഒന്ന് ചേർത്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം ചിരട്ടയുടെ പൊടികൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിത് ജോയിൻറ്റ് കറക്റ്റ് ഗ്യാപ്പുകളെല്ലാം അടച്ച് ഒരു ബ്രഷ് ഉപയോഗിച്ച് ഗ്യാപ്പെല്ലാം അടച്ചെടുക്കുന്നുണ്ട്. നല്ല വൃത്തിയായിട്ട് കൂടുതലൊന്നും ചിരട്ടയിൽ കയറി കിടക്കാതെ കറക്റ്റ് ഗ്യാപ്പുകളിൽ മാത്രം പൊടി ഇട്ടുകൊണ്ട് വീണ്ടും പശ ഒഴിച്ച് നമ്മളിത് ഒട്ടിച്ചെടുക്കുകയാണ്. ഏതാണ്ട് ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇതുപോലെ ഇപ്പോൾ നമ്മൾ 2 പീസുകൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലെ 2 പീസ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഗിത്താറിന് നമുക്ക് അതിൻ്റെ ബോഡി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ്. ഇതിപ്പോൾ നമ്മൾ കുറേ പീസുകൾ ചേർത്ത് ഒട്ടിച്ചെടുക്കുകയാണ്. അടുക്കി പീസുകൾ തന്നെ വെച്ചുകൊണ്ട് ഒട്ടിച്ചെടുക്കുകയാണ്. അതിനുശേഷം നമ്മളൊരു പ്രഷർ ടേപ്പ് ഉപയോഗിച്ച് ഇത് മൊത്തം ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. നമുക്കിത് ഫ്ലെക്സ് ക്യുക്ക് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞത് നമ്മൾ രാഗിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ കുഞ്ഞു പീസായതുകൊണ്ട് ഒടിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മളിത് ചുറ്റിനും ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് അപ്പോക്സി എന്ന് പറയുന്ന പശ ഉപയോഗിച്ച് ഇത് ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ അപ്പോക്സി ഒഴിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഗ്യാപ്പ് വഴിയെല്ലാം കയറി ചെന്ന് അത് ഫുൾ ഒരു ഒറ്റ പീസായി കിട്ടും. അപ്പോൾ കണ്ടോ, ഏകദേശം ഇങ്ങനെ വെളിയിലോട്ടൊന്നും പോകാതെ എടുത്തിരിക്കുകയാണ്. അപ്പോക്സി നമ്മൾ എടുത്തിട്ട് 2:1 എന്ന റേഷ്യോയിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. രണ്ടും ഒരുപോലെ ഒരു ചെറിയ ഗ്ലാസ്സിലോട്ട് വല്ലതും എടുത്തിട്ട് ഒരുപോലെ മിക്സ് ചെയ്യുകയാണ്. കുറച്ച് ടൈം എടുത്ത് നമ്മളിത് മിക്സിങ് നടത്തണം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഇതൊരു ഫൈബർ ഗ്ലാസ് എന്ന രീതിയിലോട്ട് ഇത് മാറിക്കിട്ടും. അപ്പോൾ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളത് ആദ്യം ഒട്ടിച്ചെടുത്ത ആ പീസുകളിലും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഗ്യാപ്പുകളിലും എല്ലാം കൂടെ കൂടി ചേർന്ന് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി നമ്മൾ ഫുള്ള് ഒഴിച്ച് കഴിഞ്ഞ ശേഷം 24 മണിക്കൂർ ഇത് സെറ്റാകാൻ വേണ്ടി വെച്ചിട്ടുള്ള വീഡിയോ ആണിത്. നല്ലപോലെ സെറ്റായിട്ടുണ്ട്. പശയെല്ലാം നല്ലപോലെ ഉണങ്ങി ഒറ്റ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗിത്താറിൻ്റെ 2 മോഡൽ പേപ്പറിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. വരച്ചിട്ട് 2 പീസായിട്ട് മുറിച്ചെടുത്തു. അതിൻ്റെ 2 പീസാക്കിയതിന് ശേഷം നമ്മളിതിൽ വെച്ച് മാർക്ക് ചെയ്യണം. കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള പേപ്പറെ വെച്ച് ചുറ്റിനും നമ്മൾ മാർക്ക് ചെയ്തെടുക്കുകയാണ്. ഒരെണ്ണത്തെ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി അതിൻ്റെ അടുത്തത്തിൽ നമ്മൾ തിരിച്ചു വെച്ചുകൊണ്ടാണ് മാർക്ക് ചെയ്യുന്നത്. മുകളിലെയും അടിയിലെയും പീസുകൾ തിരിഞ്ഞും മറിഞ്ഞും വരാൻ വേണ്ടിയാണ്. അപ്പോൾ അത് രണ്ടും നമ്മൾ മാർക്ക് ചെയ്തു. അതിൻ്റെ മുകളിലോട്ടുള്ള കാലും നമ്മൾ കറക്റ്റായിട്ട് മറ്റേ പീസിൽ മാർക്ക് ചെയ്തു. ഇനി ഒരു ടോർച്ച് കട്ടർ ഉപയോഗിച്ച് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല ഷേപ്പിൽ
ഇത് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം കറക്റ്റ് ആ വരയിൽ കൂടെ തന്നെ ഒരു ശകലം ഗ്യാപ്പ് ഇട്ടുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഷേപ്പ് കിട്ടിക്കഴിഞ്ഞ് പിന്നെ ഇത് രാഗി ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മൾ ഇത് ഫുള്ള് വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ വീഡിയോ ഒത്തിരി ലെങ്ത് ആവുന്നതുകൊണ്ടാണ് ഇതെല്ലാം ഓടിച്ചു വിടുന്നത്. ഒത്തിരി സമയം എടുത്ത് ഷൂട്ട് ചെയ്തതാണ്. അതിപ്പം ഒത്തിരി നേരമായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഇതുപോലെ നമ്മൾ വെട്ടിയെടുത്തു. ഇനി അതിൻ്റെ കാല് നമ്മൾ കറക്റ്റായിട്ട് വെട്ടിയെടുക്കുകയാണ്. അത് കറക്റ്റ് എവിടെയെങ്കിലും തടിയാൽ വെച്ചുകൊണ്ടാണ് ഇത് വെട്ടിയെന്ന്. കൈ പിടിച്ചുകൊണ്ട് കട്ട് ചെയ്യാൻ ഇച്ചിരി പാടാണ്. ചെറിയ പീസായതുകൊണ്ട് തന്നെ വളരെ ശ്രമകരമായ ജോലിയായിരുന്നു കട്ട് ചെയ്യുക എന്നുള്ളത്. കൈയൊന്നും പോകാതെ കട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആദ്യം ഇതിൻ്റെ ഷേപ്പാക്കി കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മളത് രാഗി റെഡിയാക്കുന്നത്. ഇപ്പം കട്ടിംഗ് വീല് തന്നെ ഉപയോഗിച്ചാണ് ഇതിപ്പോൾ ഒരു ഏകദേശം ഷേപ്പാക്കുന്നത്. കുറേ നമ്മൾ ഇങ്ങനെ ഷേപ്പാക്കി ഇതിൻ്റെ രണ്ട് സൈഡും എല്ലാം ലെവലാക്കി എടുത്തു. ഏകദേശം ഈ ഷേപ്പ് പോലെ ആക്കിയെടുത്തു. ഇനി നമ്മൾ ഒരു സ്കെയിൽ വെച്ച് ഇത് കറക്റ്റ് ലെവലിൽ മാർക്ക് ചെയ്തെടുക്കുകയാണ്, വളഞ്ഞൊന്നും നിൽക്കാതെ. എന്നിട്ട് കറക്റ്റായിട്ട് ഇത് വീണ്ടും ആ വരയിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുത്തു നമുക്ക് വേണ്ട കറക്റ്റ് ഭാഗമായിട്ട്. ഈ കുഞ്ഞു കുഞ്ഞു പീസുകൾ ഇങ്ങനെ അടുക്കി വെച്ച് ഒട്ടിച്ച കാരണം നല്ല ഡിസൈനുമായിട്ട് ആ വരകൾ അവിടെ കിട്ടുന്നുണ്ട്. നമ്മളൊരു സാൻഡിങ് പേപ്പർ ഉപയോഗിച്ച് ഗ്രൈൻഡ് ചെയ്ത് കളയുന്ന പേപ്പറാണിത്, വുഡൊക്കെ അത് ഉപയോഗിച്ചാണ് ഇത് ലെവൽ ചെയ്തെടുക്കുന്നത്. ഇത് ചെറിയ പീസായതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ ലെവൽ ചെയ്തെടുക്കുക എന്നുള്ളത്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് നമ്മളിപ്പം ചെയ്യുന്നത്. മൊത്തം പേപ്പർ പിടിച്ച് ഏകദേശം ഒരു ഇതുണ്ട്, ഈ പരുവം വരെ ആക്കിയെടുത്തു. അപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു ഷേപ്പായിട്ടുണ്ട്. നമ്മൾ മറ്റേ പീസ് ആദ്യം ഉണ്ടാക്കി വെച്ച രണ്ട് പീസുകളും കൂടെ വൃത്തിയായിട്ട് പേപ്പറെല്ലാം പിടിച്ച് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. രണ്ട് പീസും അതിൻ്റെ യഥാർത്ഥ ഷേപ്പിലോട്ട് കൊണ്ടുവരുന്നത് ഈ സാൻഡ് പേപ്പർ ഉപയോഗിച്ചാണ്. അപ്പോൾ അത് കറക്റ്റ് ഷേപ്പായിട്ടുണ്ട്. ഇനി നമ്മളൊരു റോട്ടറി ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അതിൽ കുറച്ച് ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എഡ്ജുകളും മൂലകളും ഒക്കെ കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെഷീൻ ആവശ്യമുണ്ട്. സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ചിലയുടെ പണി എളുപ്പമാകാൻ വേണ്ടിയാണ് ഇപ്പം മെഷീനറീസ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് നമ്മൾ പേപ്പർ പിടിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പും നമ്മൾ ചാനലിൽ ഇതുപോലൊരു ഗിത്താർ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗിത്താർ മാത്രമല്ല, ഗിത്താറും വയലിനും ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോകളുണ്ടായിരുന്നു. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതുകൂടെ നിങ്ങൾ കാണുക. അതിനുശേഷം ഗിത്താറിലുള്ള സെൻറ്ററിലുള്ള ഒരു ഹോള് നമ്മൾ ഇടുന്നുണ്ട്. അതൊരു ചെറിയ ബിറ്റ് ഉപയോഗിച്ച് ഹോളിട്ടിട്ട് വലിയ മിഷൻ ഉപയോഗിച്ചാണ് ഹോളിടുന്നത്. വിറ്റിട്ട് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ചിരട്ട പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഹോൾ ഇട്ടു. നമ്മൾ കുഞ്ഞു കുഞ്ഞു കുറേ പീസുകൾ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ അടുക്കി വെച്ചാണ് ഇതിൻ്റെ സൈഡുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. സൈഡിൽ ഓരോന്ന് പീസുകളും എടുത്തു വെച്ചുകൊണ്ട് അതിൻ്റെ റൗണ്ടിന് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. അതും പ്ലസ് ക്യൂക്ക് പശ തന്നെ ഉപയോഗിച്ചാണ് ആദ്യം ഒന്ന് ഒട്ടിക്കുന്നത്. കുറേശ്ശെ പൊടികളൊക്കെ ഇട്ട് അതിൻ്റെ ഗ്യാപ്പുകളൊക്കെ സൈഡിലോട്ട് അത് തള്ളി നിൽപ്പുണ്ട്. അതൊക്കെ ഗ്രൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. ഇത് ഫുള്ള് നമുക്കത് ചുറ്റിനും അത് ഒട്ടിക്കുകയാണ്. ചെറിയ പീസായതുകൊണ്ട് കൈ പിടിച്ച് ഒട്ടിക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര പാടായിരുന്നു. ഇത് തന്നെ നമ്മളൊരു ദിവസത്തോളം ബുദ്ധിമുട്ടി ഈ പീസുകളെല്ലാം മുറിച്ചെടുക്കാനും അതുപോലെ ഇത് ഒട്ടിച്ചെടുക്കാനും തന്നെ. അതിൻ്റെ ലാസ്റ്റ് പീസാണിത്. അതും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുറ്റിനും ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി അതിൻ്റെ മുകളിലോട്ടുള്ള കാലുകൾ നമ്മൾ തൽക്കാലം പശ ഉപയോഗിച്ചൊന്ന് ഒട്ടിക്കുകയാണ്. അതിന് ശേഷം ഒരു സ്കെയിൽ ഉപയോഗിച്ചൊന്ന് മാർക്ക് ചെയ്തിട്ട് അല്പം ഗ്ലൂ ജെൽ ഉപയോഗിച്ച് നമ്മളത് ഒട്ടിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ അപ്പോക്സി പശ ഉപയോഗിച്ച് നമ്മളത് ജോയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേലും അത് പശ ഒഴിപ്പാതിരിക്കാൻ വേണ്ടിയാണ് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് സൈഡൊന്ന് ഫില്ല് ചെയ്തത്. ഇതിപ്പം ഒട്ടി കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞുള്ള വീഡിയോ ആണ്. ഇതിൻ്റെ മേളുവശം തമ്മിൽ ഇനിയും ഇങ്ങനെ ഒട്ടിക്കണം. അപ്പോൾ അതിൻ്റെ
ഗ്ലൂവിൻ്റെ പശകളെല്ലാം സൈഡിലിരിപ്പുണ്ട്, അതെല്ലാം നമ്മളൊന്ന് എടുത്ത് കളയുകയാണ്. അപ്പോക്സി സൈഡ് വഴി ചാടിപ്പോയിരിക്കാൻ വേണ്ടി നമ്മളൊരു പാക്കിങ് പോലെ കൊടുത്തതേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ മുമ്പേ ഒട്ടിച്ച കുഞ്ഞു കുഞ്ഞു പീസുകൾ ഇതിൻ്റെ അകവശമെല്ലാം ഒരു വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത്. അതെല്ലാം നല്ലപോലെ പേപ്പർ പിടിച്ചെന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ മേളുവശവും അടുത്ത പീസ് നമ്മൾ ഒട്ടിക്കുമ്പം ലെവലായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അത് പേപ്പർ പിടിച്ചിപ്പം ഫിനിഷായിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഫ്ലെക്സ് ക്യൂക്ക് പശ ഉപയോഗിച്ച് ഇതിൻ്റെ മേളുവശം കൂടെ കറക്റ്റായിട്ട് ഒട്ടിക്കുകയാണ്, മിഡിലെ പീസും കൂടെ. ശേഷം സൈഡിലുള്ള ഗ്യാപ്പുകളെല്ലാം വീണ്ടും പൊടിയെല്ലാം ഉപയോഗിച്ച് ചിരട്ടയുടെ പൊടികൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഫുള്ളൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. കൂടുതൽ പൊടി ഇട്ടുകൊണ്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അതിന് ശേഷം പേപ്പർ പിടിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് ലെവലായിട്ട് കിട്ടും. നമ്മൾ ചുറ്റിനും ഇത് പേപ്പർ പിടിച്ച് വൃത്തിയായിട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മേളുവശവും സൈഡുകളും എല്ലാം ഒന്നും കൂടെ ഒന്ന് രാഗി മൊത്തം ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. ഈ പേപ്പർ പിടിക്കുന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ ഷേപ്പ് വരുന്നത്. ഇതിപ്പം മൊത്തം പേപ്പർ പിടിച്ച് റെഡിയാക്കി എടുത്തു. ശേഷം നമ്മുടെ ചെറിയ മെഷീൻ ഉപയോഗിച്ച് ഒന്നും കൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. എല്ലായിടത്തും സ്മൂത്തായിട്ട് എഡ്ജുകളും സൈഡുകളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി എല്ലാ ഭാഗങ്ങളും നല്ലപോലെ പേപ്പർ പിടിച്ച് എടുക്കുന്നുണ്ട്. നമ്മൾ കൈ കൊണ്ട് ഒന്ന് പേപ്പർ പിടിക്കുന്നുണ്ട്. സാധാരണ വാട്ടർ പേപ്പർ ഉപയോഗിച്ച് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം മുഴുവൻ പണി ഏകദേശം ഫിനിഷായിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ എഡ്ജുകളും പേപ്പർ പിടിച്ച് നല്ല ഫിനിഷായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ആ കാലിൻ്റെ ഡിസൈൻ എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറേ പീസുകൾ ഒട്ടിച്ച കാരണം അത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. ശേഷം നമ്മൾ വുഡ് ഫില്ലറാണ് ഉപയോഗിക്കുന്നത്. ഗ്യാപ്പുകളൊക്കെ അടയ്ക്കാൻ വേണ്ടി വുഡേ തേക്കുന്ന ഫില്ലർ എന്ന് പറഞ്ഞ പോളിഷ് അത് ഉപയോഗിച്ച് ഒരു 2 ട്രിപ്പ് നമ്മളൊന്ന് ഇടുന്നുണ്ട് ഇതിൻ്റെ പുറത്ത്, ഈ ഗ്യാപ്പുകളൊക്കെ ഒന്ന് അടയ്ക്കാൻ വേണ്ടി. ഇതെല്ലാം അടച്ച് നല്ല വൃത്തിയായിട്ട് നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. ശേഷം നമ്മൾ ഇതിൻ്റെ മണ്ടവശത്ത് ഇവിടെ ഒരു പീസ് വെക്കാനുണ്ടായിരുന്നു, അതും കൂടെ കറക്റ്റായിട്ട് നമ്മൾ പിടിപ്പിക്കുകയാണ്. അതിൻ്റെ കമ്പികൾ വരുമ്പോൾ ഇതേ ടച്ച് ചെയ്തിട്ടാണ് മുകളിലോട്ട് കയറിപ്പോകുന്നത്. ശേഷം നമ്മളിവിടെ ഒരു 6 ഹോൾ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കാലുകളൊക്കെ പിടിപ്പിക്കാണ്ടി മുകളിലും ഒരു 6 ഹോളും വശങ്ങളിൽ ഒരു 3 ഹോളുകളും വീതം ഇടുന്നുണ്ട്. ചെറിയ ബിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത്. കറക്റ്റ് ലെവലൊക്കെ നോക്കി കറക്റ്റ് സെൻറ്ററിൽ തന്നെ നമ്മൾ ഇതുണ്ട്. ഏകദേശം ഇതുപോലെ ഹോളുകളെല്ലാം ഇട്ടിട്ടുണ്ട്. ശേഷം നമ്മൾ ആ ഹോളിട്ടതിൻ്റെ കറക്റ്റ് നേരെ തന്നെ വാളിന് ഓരോ മാർക്കിങ്ങും എടുക്കുന്നുണ്ട്. നമ്മുടെ കമ്പികൾ അതുവഴി കടന്നു പോകുമ്പോൾ അതിൽ കയറി നിൽക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ അടുത്ത് ഇടയ്ക്ക് കയറി നിൽക്കണം. അങ്ങനെ 6 വരകളും കൂടെ അതേ കൊടുക്കുന്നുണ്ട്. കമ്പിയുടെ കറക്റ്റ് കനത്തിനാണ് നമ്മൾ ഹോളിടുന്നത്. ഏകദേശം ഇതുപോലെ ഒരു 6 വരയും കൂടെ മേലെ ഇട്ടിട്ടുണ്ട്. ശേഷം നമ്മൾ വുഡ് പോളിഷ് ഉപയോഗിച്ച് ഇത് പോളിഷ് ചെയ്തെടുക്കുകയാണ്. വുഡിൻ്റെ ഗ്ലേസിംഗ് ഉള്ള ഒരു പോളിഷാണിത്, വുഡ് ഫില്ലർ. ഇത് നല്ലപോലെ നമ്മൾ പോളിഷ് ചെയ്ത് ഉണക്കിയെടുക്കുകയാണ്. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോളിഷ് ചെന്നതിൻ്റെ ഹോളിനകത്തെല്ലാം അടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പുറകിലും കറക്റ്റ് പോളിഷ് ചെല്ലുമ്പോഴാണ് നമ്മൾ ആ ഒട്ടിച്ചെടുത്ത ആ ഡിസൈനുകളെല്ലാം പുറത്തേക്ക് കറക്റ്റായിട്ട് ചാടി വരുന്നത്. ശേഷം നമ്മുടെ ഗിത്താറ് വെക്കാൻ വേണ്ടി നമ്മളൊരു സ്റ്റാൻഡ് കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് UPVC എന്ന് പറയുന്ന ഷീറ്റ് ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. അത് ഉപയോഗിച്ച് ചതുരത്തിലൊരു ബോക്സ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഒരു മുകളിലോട്ടൊരു ചെറിയ കാലും കൊടുത്തിട്ടുണ്ട് ഗിത്താർ അതിൽ ഒട്ടിച്ച് വെക്കാൻ വേണ്ടി. അതിൻ്റെ മണ്ടവശത്തെ പീസാണ്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്ത ചെറിയ ഒരു സ്റ്റാൻഡ്. നമ്മുടെ ഗിത്താറ് ഇപ്പോൾ ഉണങ്ങി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പോളിഷെല്ലാം നല്ലപോലെ ഉണങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ബ്രാസിൻ്റെ ആണികളാണ് എടുത്തിരിക്കുന്നത്, ചെറിയ മുള്ളാണികൾ. അത് ഒരു 6 എണ്ണം നമ്മൾ അടിച്ച് പരത്തി അതിൻ്റെ സൈഡുകളിൽ വെക്കാനുള്ള കാലുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് നേരത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. നിങ്ങൾക്കത് കാണുവാണെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാവും.
ബാക്കി മുള്ളാണികൾ നമ്മുടെ ആവശ്യത്തിന് മുറിച്ചെടുത്തിരിക്കുന്നതാണ്. അതിൻ്റെ ഏകദേശം ഇതുപോലെ നമ്മളത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മുടെ വയറിങ്ങിന് ഉപയോഗിക്കുന്ന വയറാണിത്. ഇതിൻ്റെ കട്ടിയുള്ള കമ്പികൾ നമ്മൾ കട്ട് ചെയ്തെടുത്തുകൊണ്ട് അതാണ് നമ്മളിതിൻ്റെ ഗിത്താറിൻ്റെ കമ്പികളായിട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ യഥാർത്ഥ പേരുകളൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. നിങ്ങൾക്ക് അറിയാവുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ 6 എണ്ണം നമുക്ക് കൊടുക്കണം. ഇത് മുള്ളാണി നമ്മളൊന്ന് അടിച്ച് ഉറപ്പിച്ച് വെക്കുന്നുണ്ട്, അതിൽ നിന്ന് വിട്ടു പോകാതിരിക്കാൻ വേണ്ടി. ഇത് ചുറ്റിയെടുക്കുകയാണ്. കോപ്പറിൻ്റെ കമ്പിയാണ്, നല്ല വലിച്ച് ടൈറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഫുള്ള് പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മിനി ഗിത്താറ്, ചിരട്ട കൊണ്ടുള്ള. ഇതിൻ്റെ ഡിസൈനുകളെല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ചിരട്ടയുടെ വളരെ ചെറിയ ഗിത്താറായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കിയെടുത്ത ചിരട്ട കൊണ്ടുള്ള ഏറ്റവും ചെറിയ മിനി ഗിത്താറ്. അപ്പോൾ വളരെയധികം പാടായിരുന്നു നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. ചെറിയ ചെറിയ പീസുകൾ നിരവധി കട്ട് ചെയ്യുന്നിടത്താണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തത്. അതുപോലെ തന്നെ നമ്മളൊരു ഒരാഴ്ച മേളിൽ സമയമെടുത്തു ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. പലപ്പോഴായിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഇത് വെക്കാൻ വേണ്ടി ഒരു ചെറിയ സ്റ്റാൻഡും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ ഒട്ടിച്ച് ഇവിടെ നിലത്ത് എവിടെയെങ്കിലുമൊക്കെ വെക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും. ബൈ.